ചേട്ടാ ഈ കളിയുടെ ഇടയിലേ നമുക്ക് എന്നതേലും ഒരു വാശി കൂട്ടാനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് എന്താ പറയുക നമ്മൾ പിള്ളേരോട് പറയല്ലേ ഇന്ന് നീ ഇത് ഫുൾ പഠിച്ചു തീർക്കാമെങ്കിൽ ഞാൻ നിനക്ക് മുട്ടായി മേടിച്ചു തരാം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഗെയിമിൽ ആരെങ്കിലും നമ്മളെ ഇങ്ങനെ ഇൻസ്പയർ എന്താ പറയുക എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും? ഇത് കൊള്ളാല്ലേ. അത് കൽക്കട്ടയിലേ ഞാൻ അവിടെ കൽക്കട്ടയിൽ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ മോഹൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് മാച്ചാണ്, വലിയൊരു മാച്ച്, അത് ബിഗ് മാച്ച് എന്ന് പറയാം നമ്മളവിടെ. അപ്പാണ് ഡെർബി മാച്ചൊക്കെ ആയത്. അന്ന് ഞങ്ങൾ ബിഗ് മാച്ച് എന്ന് പറയില്ലേ. ആ സമയത്ത് ഞങ്ങളുടെ ചുട്ടു ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഓണറും ആളും എൻ്റെ കോച്ചും. അപ്പോൾ മോഹൻബാനായിട്ട് പിറ്റേ ദിവസം കളിയാണ്. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ നീ ഇന്ന് 3 ഗോൾ അടിക്കുകയെന്നുണ്ടെങ്കിൽ അത് ഈസ്റ്റ് ബംഗാളിൻ്റെ എതിരട്ടാ, 3 ഗോൾ അടിക്കാൻ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു തരാമെന്ന്. കിട്ടി അവിടെ കിട്ടെ. ഈസ്റ്റ് ബംഗാളാണ് കളിക്കണത്, അവരടുത്ത് എതിര് കളിച്ചിട്ട് എങ്ങോട്ട് ഗോൾ അടിക്കാനാ. നല്ലൊരു വാശി കയറിയില്ല, വാശി കയറി കളിച്ചു. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ മാച്ചാണ് അത്. അത്ര 1.5 ലക്ഷം ആൾക്കാർക്ക് കളി കാണാൻ വരും, 1 ലക്ഷം 1.5 ലക്ഷം ആൾക്കാർ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. എൻ്റെ ഭാഗ്യം കൊണ്ട് 2 ഗോൾ അടിച്ചു ഞാൻ. അപ്പൊ ഞാൻ പോയി ചോദിച്ചേ, 2 കിട്ടിയാ ബൈക്ക് 2 റൺ അടിച്ചിട്ട് അത് ഈസ്റ്റ് ബംഗാളിന്റെ എതിരെ 2 ഗോൾ അടിച്ചില്ലേ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ചെന്ന്. പക്ഷെ എനിക്ക് സ്കൂട്ടർ തന്നു, ഒരു ബജാജ് സ്കൂട്ടർ. അതുമൊക്കെ ഞാനും സത്യേട്ടൻ മരിച്ച സത്യേട്ടനല്ലേ, ഞാനും നടക്കണ്ടായിരുന്നു. പക്ഷെ കിട്ടിയല്ലോ, കിട്ടി. അതിലൊരു പക്ഷെ അങ്ങനെ അതൊക്കെ ഭാഗ്യം കൊണ്ടല്ല, ഞാൻ പോയി പറഞ്ഞിട്ട് ഗോൾ അടിച്ചല്ല, ആവേശം ഒന്നും അങ്ങനെ. അതാ ഓക്കെ. ഇനി ഫുട്ബോൾ അവിടെ നിൽക്കട്ടെ. ശരി, പോലീസ് ഓഫീസറാണ്, ഫുട്ബോൾ പ്ലെയർ ആണ്. ഇനി നെക്സ്റ്റ് ഒരു എൻട്രിയും കൂടെ ഉണ്ട്, സിനിമയിലേക്ക് വന്ന് നമ്മുടെ ജയരാജേട്ടൻ്റെ കൂടെ അല്ലേ, ഫസ്റ്റ് ഡയറക്ഷൻ ജയരാജേട്ടൻ ചെയ്ത്. അദ്ദേഹത്തിനോട് ഫിലിമിൽ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സൗഹൃദം, ഫിലിമിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ചോദിച്ച് എങ്ങനെയാണ് വന്നത്? ഞാൻ ഒരു ഫംഗ്ഷൻ ചെയ്ത് അവരെ ഫംഗ്ഷൻ ചെയ്യുന്നിരിക്കുക. അപ്പോൾ ജയരാജനുണ്ട് അവിടെ. ഫംഗ്ഷൻ ചെയ്യുന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ അപ്പോൾ സ്റ്റേജിലേക്ക് അങ്ങനെ വിളിക്കണല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ആളുടെ പടം ഇഷ്ടംമാരെ കണ്ടു. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്തത് തന്നെ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത എൻ്റെ പടത്തിൽ നേരത്തെ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞു. അവിടെ അപ്പോഴാണ് ഞാൻ കാണുന്നത് ജയരാജനെ നേരിട്ടിട്ട്, ഒരു ഫംഗ്ഷൻ ചെയ്യുന്നിരിക്കാം. അടുത്തത് എൻ്റെ പടത്തിൽ തന്നെ നായകനാകട്ടെ. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്ത് പറയുന്നത്, ഞാൻ കണ്ണടയൊക്കെ നോക്കാറുണ്ട്. എന്നിട്ട് അങ്ങനെയൊക്കെ ഒന്ന് വർത്താം. പക്ഷെ സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ സംസാരിക്കില്ല നമ്മൾ. അപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു ആളിങ്ങനെ, അടുത്ത എൻ്റെ പടത്തിലെ നായകനാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ തന്നെ ഷോക്കായി. പടം ഞാൻ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ട് വല്ല ട്രോഫി കൊടുക്കാനോ അതിനൊക്കെ കയറിയിട്ടില്ല. അല്ല അഭിനയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ചേട്ടൻ എനിക്ക് അഭിനയിക്കാമെന്ന് അറിയില്ല, ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെ നിന്നല്ലേ കുറേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ അറിയുന്ന കാര്യങ്ങൾ. ഇതൊന്നും അറിയാത്ത കാര്യം. എനിക്ക് അതാ വേണ്ടത്, എനിക്ക് അഭിനയം അറിയാണ്ടിരിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് ആ പടത്തിന് നാഷണൽ അവാർഡ് കിട്ടി. എന്ത് കണ്ടിട്ട്. പക്ഷെ അത് പറഞ്ഞാൽ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സീമ ബിശ്വാസും ലളിതേച്ചല്ല, ആക്ടിങ് കലക്കി കൂട്ടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതിന്റെ ഇടയിലാണ് ഞാന്. സീമ ബിശ്വാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ഓർമ്മയില്ല, കണ്ടില്ലേ പടം കണ്ടില്ല. നല്ല ഇതൊരു നല്ലൊരു എനിക്ക് ഞാൻ പറഞ്ഞു ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ചമ്മലൊന്നുമില്ല. പക്ഷെ ഡയലോഗ് പറയാനാണ് പ്രശ്നം, പാടാ. പിന്നെ അത് പിന്നെ സ്ലോവിലുള്ള ഡയലോഗായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. സ്പീഡായിട്ട് അത് പ്രശ്നമാണ്. അപ്പോൾ ക്യാമറ മുന്നിലൊക്കെ കാണുന്നില്ല, മതി, ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പടമാണ് പിന്നുള്ള പ്രശ്നങ്ങളെ. ഡയലോഗ് പ്രോമറ്റ് ഞാൻ നടനോ പന്ത് കളിക്കാരനല്ലേ, അത് ശരിയാണ്. ഞാൻ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്തത് അപ്പം തന്നെ ശാന്തകാഞ്ചി ചെയ്തത് അപ്പം തന്നെ ആകാശിലെ പറവള് മണിയുടെ കൂടെ, അതിൽ വില്ലനായിട്ട് കമോഷൻ അറിഞ്ഞോടെ. അത് പെട്ടെന്ന് ഡയലോഗ് പറയണം. അല്ല ഞാൻ പറയണ വില്ലനാണ് അതില്. അപ്പൊ ഒരു വലിയൊരു പേജ് ഡയലോഗ് വന്നു എനിക്ക്. അതേ പറഞ്ഞുതരാം, വലിയൊരു പേജ്. വിനോദേട്ടൻ അപ്പൊ നല്ല പരിചയമാണല്ലോ. അപ്പോൾ ഞാനിത് വായിച്ച എന്തായാലും തീരില്ല എന്ന് എനിക്കറിയാം, ഞാനല്ല വായിക്കണം, അപ്പൊ എന്തായാലും തീരില്ല. ഞാൻ പറഞ്ഞ പ്രൊമറ്റീനോട് നിന്ന് വായിച്ചേ കേൾക്കണം. എൻ്റെ ഇവിടുന്ന് ഇവിടെ ഒരു പേജ് ഡയലോഗ്. അപ്പൊ ഞാൻ പറഞ്ഞു വിനോദൻ്റെ അടുത്ത് പോയി, വിനോദൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഈ സാധനം ഞാൻ കാണാണ്ട് വായിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ഈ 8ാം ക്ലാസ്സിൽ 17 വയസ്സിൽ എത്തില്ല, അതിൽ മുന്നേ ജയിച്ചു പോയാണ്. അപ്പോൾ ഞാൻ ഈ 8ാം ക്ലാസ്സും കുസ്തിയാറാണ് ഈ ഒരു പേജ് ഡയലോഗ് തന്നിരിക്കണേന്ന്. ഞാൻ പോയി മണിബായോട് പറഞ്ഞു, ഞാനെങ്ങനെ പറയാനാ മണിബായി. അപ്പം എന്നോട് മണി ഈ ഒരു കാര്യം ചെയ്തോ,
പ്രൊമിറ്റ് ചെയ്ത് തരും. അപ്പം നീ ഒരു ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ നടന്നു നോക്കുമെന്ന് പറഞ്ഞു. ഭായ കൊണ്ട് അത് ശരിയായി. പിന്നെ അങ്ങനെ കുറെ പടങ്ങൾ ചെയ്തു. പിന്നെ ടെൻഷനില്ല, പിന്നെ ടെൻഷൻ ഇല്ലാണ്ടായി. അപ്പൊ ചേട്ടൻ ഒരു കാര്യം ചെയ്യട്ടെ, എന്തായാലും ഇപ്പം സിനിമ എല്ലാം ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് ചേട്ടൻ സംബന്ധിച്ച് പ്രേക്ഷകർക്ക് അറിയാം ആണേ. അപ്പൊ ചേട്ടൻ ശരിക്കും അതിന്റെ ഉത്തരം എനിക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും ഈ പന്ത് കളിക്കുന്നതാണ് ഏറ്റവും ഈസി അതോ സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഏറ്റവും ഈസി? പന്ത് കളിക്കണതാണ് ഈസി. കാരണം കളി അറിയണല്ലേ, അത് ഭയങ്കര പാടല്ലേ. ഇപ്പൊ അറിയില്ല എന്ന് പറയാൻ പറ്റില്ലേ? അറിയില്ല. പക്ഷെ ഇതിലൊരു ഗുണമുണ്ട്. ഏതില്? സിനിമയില് എത്ര ടേക്ക് വേണമെങ്കിൽ എടുക്കാം, എത്ര ടേക്ക് വേണമെങ്കിൽ എടുക്കാം, ശരിയാവണവരെ എടുക്കാം. പക്ഷെ ഫുട്ബോള് ടേക്കില്ലല്ലോ. ഷാർപ്പ് സെക്കൻഡിലൊക്കെ എന്തെങ്കിലും ചെയ്യണല്ലേ വെറൈറ്റികള്. ഇതിപ്പോ ചെയ്ത് ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്തതിൽ എടുക്കാം. അങ്ങനെ കുറച്ച് ഈസിയാണ് ചെയ്യാൻ. പക്ഷെ ഇതില് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അറിയണ കാരണം നമുക്ക് ബുദ്ധിമുട്ടില്ല എന്നുള്ളൂ. ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ഇത് അറിയാത്തതാണ്ട് ഒരു ഇച്ചിരി പ്രയാസം തോന്നുന്നതാണ്. എന്നാൽ ഞങ്ങളൊക്കെ കണ്ട ഒരു കാഴ്ച പറഞ്ഞു തരട്ടെ. ഇപ്പൊ ബിഗൽ എന്ന് പറഞ്ഞ ഫിലിം ഇറങ്ങിയല്ലോ, ഇത്രയും വലിയൊരു കളിക്കാരൻ അതിനകത്ത് വില്ലനായിട്ടാണ് വിജയൻ ചേട്ടൻ ചെയ്തത്. ഒരു സെക്കൻഡ് പോലും ബോൾ തൊടുന്ന കണ്ടിട്ടില്ല. പക്ഷെ അതിനകത്ത് വിജയ് ഇളയ ദളപതി ഫുൾ ഫുട്ബോൾ വെച്ചാണ് കളിക്കുന്നത്. അതിന് ശരിക്കും ആസ് എ പ്ലെയർ ഒന്ന് കളിക്കാൻ തോന്നിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും? അത് ആറ്റ്ലി സാർ ഒരു ബുദ്ധിയാണ്. കാരണം അതെല്ലാവർക്കും അറിയാം, ലോകം മൊത്തം അറിയാം അതൊരു ഫുട്ബോൾ ഫിലിമാന്ന്. പക്ഷെ എന്നെ അവിടെ വിളിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ വിജയുടെ കോച്ചായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമിന്റെ അഗെയിൻസ്റ്റ് കോച്ചായിട്ടുള്ള പ്രശ്നമോ, അതിൽ കുറെ പേര് പറഞ്ഞു വിജയുടെ അച്ഛനായിട്ടാണെന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് വില്ലനാണെന്ന്. പക്ഷെ കുറേ ട്രailer വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും കാണിച്ചു, എന്നെ കാണിച്ചിട്ടില്ല. അത് ആറ്റ്ലീറ്റ് കാരണം ഞാനൊരു നാഷണൽ പ്ലെയറാണ്. അപ്പം എല്ലാവരും വെച്ച് ഇതിൽ കംപ്ലീറ്റ് ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പടം ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും വില്ലനാണ്. ഈ വിജയനെ കണ്ട ഒരു എക്സ്പീരിയൻസ് അത് ഭയങ്കര വിജയ് എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ കട്ട ഫാനാണ് വിജയുടെ. അപ്പോൾ വൈകുന്നേരം ഇങ്ങനെ വന്നു, ഞാൻ പറഞ്ഞു സർ വിജയൻ സർ എന്നൊക്കെ പറഞ്ഞു. ഫുട്ബോൾ തരും സർ, അവിടെ പടത്തിൽ അഭിനയിക്കാൻ വന്നതിന് അപ്പോൾ നന്ദി സർ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര കൂളായിട്ട് ഞാൻ ചപ്പുള്ളതുള്ളത്. പക്ഷെ ആ പടം കഴിയുന്ന ഒരാളങ്ങനെയാണ് ഭയങ്കര കൂള്. അയ്യോ ഒരു തലക്കണ ഡൗൺ ടു എർത്ത്. ഞാൻ ചോദിച്ചു സർ എൻ്റെ വൈഫിനെ കൊണ്ടിട്ട് സാർ പിള്ളേരിനെ ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞു. പറയല്ലോ കൂട്ടിക്ക സാർ കൊണ്ടുപോകും സാർ. അപ്പം അവരിത് കേരളത്തിലേക്കാണ്. അപ്പം ഇത് വന്നു ചെന്ന് സാർ വൈഫ് അപ്പം ആളെനിട്ട് ഒക്കെ മാഡം നോക്കി കസാരൊക്കെ എടുത്ത് കൊടുക്കുക. അതിനെ ഷോക്കെ ഞാൻ കണ്ട രാജി നോക്കിയേ എങ്ങനെ ഉണ്ട് ആള്, അത്ര ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞല്ലേ സംഭവമാണ് ആള്. ഞാൻ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എനിക്ക് അവിടെ. ഞാൻ എന്നോട് പറഞ്ഞു ആ റേസസ് ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അപ്പൊ ചവിട്ടണം എന്ന് പറഞ്ഞു. ചെസ്റ്റിലിങ്ങനെ ചവിട്ടണം. ഞാൻ മുടിയാതെ സാർ ആ ബാറ്റ് അതാ വിജയ് സാർ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ആ ബാറ്റിൽ ഇത് വന്ന് എന്ത് ബാറ്റിലോട് വെച്ചിട്ടുണ്ട്. അല്ല സാറ് ரொம்ப ഫാൻ സാർ ചവിട്ടാൻ മുടിയില്ല. വിജയ് സാർ എന്ത് ചെയ്യുന്നു, എൻ്റെ കൈ പിടിച്ചിട്ടേ ആളെ ചെസ്റ്റിൽ വെച്ചിട്ടില്ലേ എനിക്ക് ചവിട്ടിയിട്ട് സാറിന് തട്ടിയിട്ട് എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി എന്താ മാതിരി തട്ടി. ആളെ ബുദ്ധിയുള്ളവരെ ഞാൻ കാലും ഇങ്ങോട്ട് കൊണ്ടുവന്നു ടച്ച് ചെയ്യുമ്പോൾ ആളങ്ങോട്ട് വീണു. പക്ഷെ ആ പറയാനുള്ളൊരു സന്മനസ് ഉണ്ടായാലും ഇത്രയും വലിയ ആക്ടർ, അതാണ് പറഞ്ഞത് ഭയങ്കര വലിയൊരു അനുഭവമാണ്. ആരാധിക്കുന്നത്. കാരണം അച്ഛനായിട്ട് ഭയങ്കര സീരിയസ് ആദ്യം വർത്താനൊന്നുമില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് അറിഞ്ഞൂടെ. അപ്പോൾ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഭാഗം കഴിഞ്ഞ് പിന്നെ മോനായി വന്ന്. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ് സ്ഥലത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരാള് പറന്ന് കിടക്കണം അവിടെ. അത് ചുള്ളൻ കൈ ഇത്രയൊക്കെ വെച്ചൊരു ക്യാപ്റ്റൻ്റെ ബാൻഡ് പറഞ്ഞു. ഞാൻ ചെയ്ത് വിജയുടെ കാട്ടുണ്ടല്ലോ, ഇത് ആരപ്പോൾ ഇത് ഇങ്ങനെ അച്ഛൻ്റെ സീനായിട്ട് നോക്കിയപ്പോൾ ഈ ചായൻ്റെ അവിടെ പറന്ന് കിടക്കണ്. എല്ലാവരും ഇടയിൽ ചായ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആള് പെട്ടെന്ന് ചേഞ്ച് ആയി. അച്ഛനെ എന്താ അവിടെ നിന്ന് കസാരൊന്നും എനിക്കില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് മോൻ മാറി അഷ്ബൂഷിന്റെ ആളെ വന്നില്ല. ഭയങ്കര ഭയങ്കര രസം. എന്നോട് പന്തളീനെ കുറിച്ച് ഇങ്ങനെ ചോദിക്കും, വെറുതെ ഇങ്ങനെ ഇരിക്കും എന്തൊക്കെ എങ്ങനെ സാർ എപ്പടി സാർ ബാക്ക് സാർ എല്ലാം അടിക്കുന്നത്. അല്ല ശരിക്കും പഠിപ്പിച്ചു കൊടുത്തു ഞാനിപ്പോ ഫുട്ബോളൊക്കെ കഴിഞ്ഞു ഫൈറ്റ് ഞാൻ ചിലപ്പോൾ ഷൂട്ട് ഫുട്ബോളിന്റെ ഭാഗം എടുത്തു കഴിഞ്ഞു പറഞ്ഞു. എൻ്റെ മോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോന് ഞാൻ നോക്കിയപ്പോൾ ആറ്റ്ലീറ്റ് കൂടെ നിന്ന് ഭയങ്കര സംസാരം.
എൻ്റെ മോൻ കൊച്ചോ എൻ്റെ മോൻ ഞാൻ അവിടെ നിന്ന് ഞാൻ തന്നെ ഇരുന്നിട്ടില്ല അത്ര സമയം ഞാനൊന്ന് അങ്ങോട്ട് നടക്കും ഇങ്ങനെ നോക്കും അവനെ നോക്കും എനിക്കറാ നോക്കി അങ്ങനെ അങ്ങോട്ട് പോകും കഷ്ടമുണ്ട് ചേട്ടാ. ഒരു മണിക്കൂർ എന്ന് വർത്താനം ഇപ്പത്തെ പിള്ളേരല്ലേ സംസാരിക്കട്ടെ. ഞാൻ ചോദിച്ചു എന്താണ് നീ ഇത്ര അധികം വർത്താനം പറഞ്ഞ റൂമിൽ ഒന്നുമില്ല. അപ്പം അവൻ ഇതാണ് വീഡിയോ അനലൈസിങ് ആണ് അവൻ പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ വീഡിയോ അനലൈസിങ് VR ഒക്കെ ഇല്ലേ, അതിൻ്റെ വീഡിയോ അനലൈസിങ് ബോംബെ പോയി പഠിച്ചത്. അപ്പം ആക്ച്വലി പറയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ഫുട്ബോളിനെ കുറിച്ചിട്ട് എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് വീഡിയോ അനലൈസിങ് ഫുട്ബോളിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഫുട്ബോൾ കുറേ കൊറിയോഗ്രാഫി ചെയ്യാണ്ടായിരുന്നു. ഇവൻ്റെ കഷ്ടകാലം എന്ന് ആലോചിച്ചാൽ മതി. ഇവൻ പറഞ്ഞല്ലേ. അപ്പോൾ ആറ്റിൽ പറയാം ആരോമനെ നേരത്തെ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഇത് ടീമിൻ്റെ കൊറിയോഗ്രാഫർ ആക്കിയായിരുന്നു. അതായത് ഈ വിജയ് പടത്തിൻ്റെ ഫുട്ബോളിൻ്റെ കൊറിയോഗ്രാഫർ ആക്കിയായിരുന്നു നിന്നേന്ന് പറഞ്ഞു. അത് അവൻ്റെ കഷ്ടകാലം. അപ്പോൾ ഈ ഫുട്ബോളൊക്കെ എടുത്തു കഴിഞ്ഞു. കഷ്ടകാലം. പക്ഷെ അതിന് ഭാഗ്യം കിട്ടി. ഇപ്പോൾ ഒരു മലയാളം പടവും ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യാണ്. ഭയങ്കര ഭാഗ്യമാണ് കിട്ടി കഴിഞ്ഞാൽ. ആറ്റിലൊരു കൂടല്ലേ ചിന്തിക്കാൻ പറ്റും. റേഞ്ച് പറയാ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടകാലം. അനുഗ്രഹമല്ലേ അത്.